ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ്. ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് വളരെ സോഷ്യൽ മീഡിയ പോലെ വളരെ ഉപാധികൾ അധികം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെ ആൾക്കാർക്കിടയിലുള്ള ഈ മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഇതിനൊന്നും അത് കൂടുതൽ വേഴ്സായി എന്നല്ലാതെ ഇതിനൊന്നും ഒരു മെച്ചപ്പാട് വന്നിട്ടില്ല. നമ്മളുടെ ഈ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരു സ്ട്രെസ് ആയിട്ട് മാറാം, ചിലർക്ക് ജോലി ഭാരം കൊണ്ടുള്ള സ്ട്രെസ്, ചിലർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള സ്ട്രെസ്, അങ്ങനെ പല രീതിയിലുള്ള സ്ട്രെസ്സും ഇന്ന് ഉണ്ടാവുന്നുണ്ട്. കൂടുതലും സ്ത്രീകളാണ് ഈ സ്ട്രെസ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. കാരണം സ്ത്രീകളാണ് പല ജോലികളിൽ ഒരേ സമയം ഏർപ്പെടുന്നത്. അവര് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവരൊരു എന്താ പറയാ വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് സ്ത്രീകളായതുകൊണ്ടാണ് അവരാണ് കൂടുതലും ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വാക്ക്. പുരുഷന്മാര് എന്ന് പറഞ്ഞാൽ വർക്കഹോളിക് ആണ്, പക്ഷെ അവരത് വീട്ടിലെ കാര്യങ്ങളിൽ കൂടെ ഇൻവോൾവ് ആകുമ്പോഴോ റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ വരുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ അമിതമായ സമ്മർദ്ദം വരുമ്പോഴാണ് അവർക്കും ഈ സ്ട്രെസ്സിന്റെ ഒരു പ്രശ്നം വരുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ സ്ട്രെസ് നമ്മളുടെ ബിഹേവിയറിനെ തന്നെ, അതായത് ക്യാരക്ടർ ചേഞ്ചിലേക്ക് വരുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതിപ്പോ വീട്ടിലെ ജോലിയാണെങ്കിലും ഓഫീസിലെ വർക്ക് ആണെങ്കിലും, അത് നമുക്ക് ശരിയായി ചെയ്തുകൊണ്ട് വരുന്ന കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ചേഞ്ചിലേക്ക് അത് വരികയാണ്, ഈ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരികയാണ് ഈ സ്ട്രെസ് കാരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു പ്രാധാന്യം കൊടുത്ത് കാണേണ്ടത്. ഈ സ്ട്രെസ് വന്നതിന് ശേഷം നമുക്ക് ചില ബിഹേവിയർ പ്രോബ്ലംസ് വരുന്നത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം പോലെയുള്ള, ചിലർക്കത് കുട്ടികൾക്കാണെങ്കിൽ അമിതമായ ഭക്ഷണം, ബഞ്ച് ഈറ്റിംഗ് എന്ന് പറയും, അതായത് സ്ട്രെസ് വരുമ്പോൾ കുറെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കുക. ചിലർക്ക് അനോറക്സിയ വരും, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക. ചിലർക്ക് സ്ലീപ്ലെസ്നെസ് വരും. അപ്പൊ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്ക് സ്ട്രെസ്സിൽ കൂടെ വരാറുണ്ട്. അതേപോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് തന്നെ നമുക്ക് ഈ സ്ട്രെസ് വന്നിട്ട് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ വരാറുണ്ട്, ചിലർക്ക് ഡയബറ്റിസ് വരാറുണ്ട്. അപ്പൊ സ്ട്രെസ്സിനെ നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. സ്ട്രെസ്സിന് നമ്മുടെ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും സ്വഭാവ തലത്തിലും എല്ലാം ഒരു എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ വർക്കിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, വർക്കിൽ നമ്മളിപ്പോ നമുക്ക് ജോലി സ്ഥലത്ത് അമിതമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയിലുള്ള താല്പര്യം കുറയും. അതായത് നമ്മൾ ജോലിക്ക് ആ ജോലി താല്പര്യത്തോടു കൂടി ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ആ ജോലി ചെയ്ത് തീർക്കുക, ശമ്പളം മേടിക്കുക, ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ജോലി സ്ഥലത്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. അല്ല, നമുക്ക് ചില സമയത്ത് ഇത് ആബ്സെന്റിസം ആവും, അതായത് നമുക്ക് ജോലിക്ക് പെട്ടെന്ന് ലീവ് എടുക്കുക. ഈ വർക്കിൽ വരുന്ന വർക്കേഴ്സിന് നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ആബ്സെന്റ് ആവും. അങ്ങനെ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവാതിരിക്കുന്നത് സ്കൂളിലുള്ള അമിതമായ പഠന സമ്മർദ്ദം കൊണ്ട് ആബ്സെന്റിസം, അതാണ് അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ജോലിയല്ല, നമ്മൾ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. അത് എനിക്ക് എന്താ പറയാ, ആത്മാർത്ഥതയോടുകൂടി ഒരു ജോലിയോടുള്ള സമീപനമല്ല അപ്പൊ നമുക്ക് വരിക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യും. ഈ ഒരു ജോലിയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. കുട്ടികൾക്കാണെങ്കിൽ പഠനത്തിൽ നമ്മൾ അമിതമായി സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ആത്മാർത്ഥതയോടുകൂടി പഠിക്കില്ല. നമ്മൾ പുഷ് ചെയ്യുന്ന അനുസരിച്ച് അവരെന്തെങ്കിലും കാണിക്കും, പക്ഷെ അത് കണ്ടിന്യൂസ് സ്റ്റഡിയിലേക്ക് പോവാതെ അവരുടെ പഠനത്തിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അമിതമായിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലും ജോലിയിലും പഠനത്തിലും നമ്മുടെ ആരോഗ്യത്തിനെ, മാനസികവും ശാരീരികമായ ആരോഗ്യത്തിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.